തകർന്ന ചാഴൂർ കമന്റോ മുഖം താൽക്കാലിക തടയണയിൽ മൺചാക്കുകൾ നിരത്തിയ അധികൃതർ. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. പീച്ചി ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം ഒഴുക്കി തുടങ്ങി. മണലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. എരുമപ്പെട്ടിയിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൌജന്യമാണ് എന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂട് പശുത്തൊഴുത്ത് നിർമ്മിച്ച് നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണി. എടത്തിരിഞ്ഞി കോതറ പാലത്തിനടുത്ത കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസാണ് മരിച്ചത്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന പരാതി. ദേവസ്വം മാനേജർ സച്ചിൻ വർമ്മയുടെ മൊഴി കൊച്ചിൻ ദേവസ്വം ബോർഡ് വിജിലൻസ് സംഘം എടുത്തു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തകർന്ന ചാഴൂർ കമന്റോ മുഖം താൽക്കാലിക തടയണയിൽ മൺചാക്കുകൾ നിരത്തി വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ നടപടികൾ തുടങ്ങി. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, കമന്റോ മുഖം താൽക്കാലിക തടയണ പൊട്ടിയതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. പ്രദേശവാസികളുടെ പ്രതിഷേധവും നമ്മൾ കേട്ടതാണ്. ഇന്നിപ്പോൾ താൽക്കാലികമായി മൺചാക്കുകൾ നിരത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആദിത്യ, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കരുവന്നൂർ പുഴയുടെ ചേർന്നുള്ള കമാൻഡോ മുഖത്തെ താൽക്കാലിക തടയണ തകർന്നത്. ഇതുമൂലം 5 പഞ്ചായത്തുകളിൽ 500ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായിരുന്നു. പല വീടുകളിലേക്കും പരിസരങ്ങളിലേക്കും ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധികൃതരുടെ നടപടി അടിയന്തരമായി പ്രദേശവാസികൾ അടക്കമുള്ളവർ ഉന്നയിച്ചത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ ഈ ബണ്ടിലെ അശാസ്ത്രീയതയും എല്ലാം വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇതിനൊക്കെ സാങ്കേതിക പരിഹാരം എന്നോണമാണ് ഇന്നിപ്പോൾ രാവിലെ ഈ തകർന്ന ബണ്ട് ഏതാണ്ട് ഭാഗികമായി മാത്രമാണ് തകർന്നത്. അതിലൂടെ വെള്ളം അതിശക്തമായി ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അതിന് താൽക്കാലിക ഒരു തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഈ തടയണയുടെ മുകളിൽ കൂടുതൽ മൺചാക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു തടയണ നിർമ്മിക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്ത നടപടി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഏറെക്കുറെ വെള്ളത്തിന്റെ ഒഴുക്ക്, ഈ പ്രദേശങ്ങളിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ജനങ്ങളുടെയും പ്രദേശവാസികളുടെയൊക്കെ ഒരു വലിയൊരു ആശങ്കയ്ക്ക് താൽക്കാലികമായ ഒരു പരിഹാരം ഇപ്പോൾ ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. നിരവധി മൺചാക്കുകളാണ് ഇത്തരത്തിൽ ഈ തടയണ മുകൾ ഭാഗത്തായിട്ട് ഇടുന്നത്. ഇതുമൂലം ഒഴുക്ക്, അനിയന്ത്രിതമായ ഒഴുക്കിന് തടയിടാനും സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ കോൺഗ്രസിന്റെയും അതുപോലെ രാജീവ് ഗാന്ധി സംഘടനകളുടെയും നേതൃത്വത്തിൽ തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ മിനി സിവിൽ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഈ പ്രവർത്തകർ ഉപരോധവും സമരവുമായി എത്തിയിരുന്നു. അവരുമായി സംസാരിച്ചതിന് ശേഷം ആണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇത്തരത്തിൽ ഒരു നടപടിക്ക് തയ്യാറായി അത് തുടരുന്നു എന്ന് അറിയിക്കുന്നത്. തുടർന്ന് നമ്മളും ആ സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ തന്നെ മൺചാക്കുകൾ നിരത്തുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇതിനൊപ്പം തന്നെ ഈ സ്ഥലത്ത് പിന്നീട് കേന്ദ്രമന്ത്രി മണ്ഡലം MLA കൂടിയായ സുരേഷ് ഗോപിയും എത്തുകയുണ്ടായി. ജനങ്ങളുമായി സംവദിക്കുന്ന പ്രദേശവാസികളുടെ ആശങ്കകൾ കേൾക്കുന്നു. ഒപ്പം തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നോണം വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് സ്ഥിരമായ ഒരു തടയണയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MP എന്ന നിലയിൽ തനിക്ക് ഇടപെടാനുള്ള പരിമിതിയുണ്ട്. എന്നാൽ പോലും ഇത് ജനങ്ങളുടെ ആവശ്യം അത് ഇതുമായി തന്നെ പരിഗണിക്കണം. ഒപ്പം തന്നെ അതിന് ധനസഹായം വേണമെങ്കിൽ അതും നൽകാൻ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറയുകയുണ്ടായി. ഒപ്പം തന്നെ
എന്തായാലും തകർന്ന ചാഴു കമന്റോ മുഖം താൽക്കാലിക തടയണയിൽ മൺചാക്കുകൾ നിരത്തിക്കൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിലല്ലെങ്കിലും താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടിയായിരിക്കുന്നത്. ശാശ്വതമായൊരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ ആവശ്യം. മറ്റു വാർത്തയിലേക്ക്. ചാവക്കാട് നഗരസഭാ പരിധിയിൽ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF അംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചെത്തിയാണ് കൌൺസിൽ യോഗത്തിൽ എത്തിയത്. ചാവക്കാട് നഗരസഭയിലെ വഞ്ചിക്കടവ്, പുന്ന, തെക്കഞ്ചേരി, കോഴിക്കുളങ്ങര തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലകപ്പെട്ട് ദിവസങ്ങളായിട്ടും നഗരസഭ യാതൊരു നടപടി എടുക്കുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിച്ച് പ്രതിഷേധവുമായി എത്തിയത്. പുന്ന വാർഡ് കൌൺസിലർ ഷാഹിദ മുഹമ്മദാണ് ചെയർപേഴ്സന്റെ അടുത്ത് ചെന്ന് പ്രതിഷേധിച്ചത്. പിന്നാലെ പ്രതിപക്ഷ കൌൺസിലർമാർ ബഹളമായി എത്തുകയായിരുന്നു. പ്രതിപക്ഷം കള്ളപ്രചരണം നടത്തുന്നുവെന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി ഭരണപക്ഷ കൌൺസിലർമാർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ ബഹളം രൂക്ഷമാവുകയായിരുന്നു. ഇതോടെ ചെയർപേഴ്സൺ അജണ്ട പാസാക്കി യോഗം പിരിച്ചുവിടുകയായിരുന്നു. കാലവർഷക്കെടുതി പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുകയാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് KV സത്താർ, ഫൈസൽ കാനാമ്പുള്ളി, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിദ മുഹമ്മദ്, PK കബീർ, അസ്മത് അലി, ബേബി ഫ്രാൻസിസ്, ജോയ്സി തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളമൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ധിക്കാരികളായ ചെയർപേഴ്സണും നഗരസഭാ ഭരണകൂടവും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആ അധികാരത്തിനെതിരെയാണ് ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ, UDF പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. പ്രതിപക്ഷാംഗങ്ങളെ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ അനുവദിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. പീച്ചി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം ഒഴുക്കി തുടങ്ങി. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പീച്ചി ഡാമിലെ ജലനിരപ്പിന്റെ തോത് ഓരോ മണിക്കൂർ ഇടവേളകളിലും ഇറിഗേഷൻ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. തൊഴിലാളികളുടെ പേരിൽ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. 2021-22 സാമ്പത്തിക വർഷത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കോട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിത് നൽകാമെന്നറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത്. എന്നാൽ പിന്നീട് ഈ ഗുണഭോക്താക്കളെ കൊണ്ട് CPMന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിക്കുകയും ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത്. എന്നാൽ പണം ലഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ 3 വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറാവാത്തതിനെ തുടർന്നാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞപ്പോൾ തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പൈസ കൂടിയ 8 മാസം വരെ ആവുള്ളൂ എന്ന് പറഞ്ഞ സഹകരണ സംഘത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഏലക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി പണി കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിന്റെ പ്രതികരണം കിട്ടിയില്ല. ഇന്നലെയാണ് ഞങ്ങൾക്ക് വേണ്ടി നോട്ടീസ് വന്നത്. 2,17,000 രൂപ ഞാൻ അടയ്ക്കണം. 15 ദിവസത്തിനകം നടപടി എടുക്കുമ്പോൾ വന്നു. അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് മസോ അടിക്കാതെയാണ് ഈ പണി നടന്നു ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന്. 6 മാസമായിട്ട് ഇതിന്റെ മേൽനടപടികൾ ഞങ്ങൾക്ക് റീഫണ്ട് ഒന്നും വരാത്ത പക്ഷെ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കണ ഫണ്ട് വരാത്തോണ്ടല്ല, ഈ മറ്റേ മസ്റ്റർ അടിക്കാത്ത കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങളെല്ലാം ബാധകം വന്നപ്പോ അന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചു കിട്ടുമെന്ന്. അന്നുണ്ടാകും ഉദ്യോഗസ്ഥരെ പിരിച്ചിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലല്ലോ. ഇനിയിപ്പോ ഇതിന് ഞങ്ങൾ പലിശ കൂടുതൽ അടക്കേണ്ടി വെച്ചപ്പോ അതിനെന്തെങ്കിലും ഞങ്ങൾ പോം വഴി ഉണ്ടാക്കാന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പാവപ്പെട്ട തൊഴിലാളികളെ ബലിയാടാക്കി
വൻ തട്ടിപ്പാണ് പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ആദ്യഘട്ടത്തില് 19 ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും വരെ ചെലവ് വരുന്ന രീതിയിൽ ടോയ്ലറ്റും ആട്ടുമൂന്നും പണിത് കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പാവപ്പെട്ട 19 ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ ഒന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, PS സുനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. എടത്തിരിഞ്ഞി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപുറമ്പത്ത് ഷാനവാസിന്റെ മൃതദേഹമാണ് പെരിഞ്ഞനം കോവിലകത്ത് കനൌലി കനാലിൽ നിന്ന് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ബുധനാഴ്ചയാണ് കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായത്. തെരച്ചിൽ നടത്തിയിരുന്ന ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. തോട്ടുങ്കൽ ക്ഷേത്രത്തിന് സമീപം കനാലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന പരാതിയിൽ കൊച്ചിൻ ദേവസ്വം വിജിലൻസ് സംഘം ക്ഷേത്രത്തിലെത്തി പഴയന്നൂർ ദേവസ്വം മാനേജർ സച്ചിൻ വർമ്മയുടെ മൊഴിയെടുത്തു. 15 ഗ്രാം സ്വർണ്ണത്തിൽ കല്ലുകൾ പതിച്ച കിരീടമാണ് കാണാതായിട്ടുള്ളത്. പുതിയ ദേവസ്വം ഓഫീസർ സച്ചിൻ വർമ്മ ചാർജ് എടുക്കുന്നതിന് മുന്നോടിയായി നടത്തിയ തിട്ടപ്പെടുത്തലിലാണ് കിരീടം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ചുറ്റമ്പലത്തിലെ ലോക്കറിൽ നിന്നുമാണ് കിരീടം നഷ്ടമായിട്ടുള്ളത്. മുൻ ദേവസ്വം ഓഫീസർ ദിനേശൻ മെഡിക്കൽ അവധിയെടുത്തതിനെ തുടർന്നാണ് പകരമായി സച്ചിൻ വർമ്മയെ ദേവസ്വം ബോർഡ് നിയോഗിച്ചത്. ചാർജ് എടുക്കുന്നത് മുന്നോടിയായി കിരീടം കൈമാറി കിട്ടാത്തതിനാൽ രേഖാമൂലം വിവരം ദേവസ്വം വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഗോൾഡ് അപ്രൈസറാണ് സ്വർണത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്തിയത്. കുറവ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തിയിരുന്നു. വേഗത്തിലും കാര്യക്ഷമവുമായ അന്വേഷണം നടത്തി സ്വർണ്ണ കിരീടം വീണ്ടെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയൻ പറഞ്ഞു. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും നീക്കാൻ ഇറിഗേഷൻ അധികൃതർ തയ്യാറാകാത്തതിൽ കോൾ കർഷകർ ഇറിഗേഷൻ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു. അഗസ്റ്റിൻ, ഓരോ വർഷവും കാലവർഷ സമയത്ത് ഈ പുല്ലഴി ചെറിയ പാലത്തിൽ ചണ്ടിയും കുളവാഴയും തിങ്ങി നീരൊഴുക്ക് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തവണയും അലംഭാവം അതുപോലെ തന്നെ തുടരുന്നു. ചണ്ടിയും കുളവാഴയും നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കർഷകർ ഇപ്പോൾ ഇറിഗേഷൻ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സമാധാനപരമായിട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ഇറിഗേഷന്റെ തൃശൂർ മേജർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തിനിയുടെ ഓഫീസിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പ്രതിഷേധം നടക്കുന്നത്. അന്ന് തികച്ചും സമാധാനപരമായിട്ടാണ് പ്രതിഷേധം. കാരണം എന്താണെന്ന് വെച്ചാൽ തൃശൂർ തെക്കേ പുല്ലഴിയിൽ KLDC കനാലിന്റെ ചെറിയ പാലത്തിന്റെ തൂണുകളിൽ അടിഞ്ഞ ചണ്ടിയും കുളവാഴയും ദീർഘദൂരത്തിൽ പരന്നു കിടക്കുകയാണ്. ഈ മേഖലയിൽ നീരൊഴുക്ക് വല്ലാതെ തടസ്സപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ കനാലിൽ വെള്ളം ഏത് നിമിഷവും ബണ്ട് തകർക്കാവുന്ന നിലയിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബണ്ട് തകർന്നു കഴിഞ്ഞാൽ പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടാവുകയും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ആ ഒരു സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ പുല്ലഴി കോൾപ്പടവ് സമിതിയാണ് ഇറിഗേഷൻ മേജർ ഡിവിഷൻ ഓഫീസിൽ കുത്തിയിരിപ്പ് നടത്തുന്നത്. ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മെയ് മാസം 10-ാം തീയതിക്ക് മുൻപ് ഇവിടുത്തെ ചണ്ടിയും കുളവാഴിയും ഒക്കെ നീക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അക്കാര്യത്തിൽ ഒരു നടപടിയും കോർപ്പറേഷനോ ഇറിഗേഷൻ അധികൃതരോ സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. അതിനെ തുടർന്ന് ഇത് നീക്കാനുള്ള ഫണ്ടിനായിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ടെൻഡർ അയച്ചെങ്കിലും അതിൽ അന്തിമമായിട്ടൊരു തീർപ്പ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല പുതിയ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുതിയ ആളായതിനാൽ അവർക്ക് ഇതേക്കുറിച്ച് കാര്യമായിട്ട് അറിയുന്നില്ല. അങ്ങനത്തെ 1-2 സാഹചര്യങ്ങളാണ് ചണ്ടിയും കുളവാഴയും നീക്കുന്ന കാര്യത്തിൽ അലംഭാവം ഉണ്ടായത്. ഈ അലംഭാവം വലിയൊരു ദുരന്തത്തിലേക്ക് എത്തും എന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇറിഗേഷൻ ഇവിടെ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക ഇറിഗേഷൻ കനാലുകളിലും ഇതേ അവസ്ഥ തുടരുന്നുണ്ട്. മണക്കുടി മേഖലയിലായാലും അരിമ്പൂർ മേഖലയിലായാലും ചാടൂർ മേഖലയിലായാലും ഇറിഗേഷൻ കനാലുകളിൽ ധാരാളം ചണ്ടിയും കുളവാഴയും അടിഞ്ഞ്
ഒഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതി നിലനിൽക്കുകയാണ്. ഏത് സമയത്തും ഈ പ്രദേശങ്ങളിലെല്ലാം ഉയർന്ന വെള്ളക്കെട്ടും ബണ്ട് തകരലും ഉണ്ടാവാമെന്ന സ്ഥിതിയാണ്. ഇക്കാര്യത്തിൽ ഇറിഗേഷൻ അധികൃതർ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് പുല്ലഴി കോൾപ്പടവ് മാത്രമല്ല മറ്റെല്ലാ കോൾപ്പടവ് പ്രവാഹികളും ആവശ്യപ്പെടുന്നത്. അഗസ്റ്റിൻ, തീർച്ചയായിട്ടും നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടതാണ്. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഒരു പാളിച്ച തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള കാരണം. ഇതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇറിഗേഷൻ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അന്തിമമായിട്ടുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. ഈ സമരസമിതി ഭാരവാഹികൾ, അതായത് പുല്ലഴി കോൾപ്പടവ് സമിതി ഇറിഗേഷൻ ഓഫീസിന് മുൻപിലുള്ള ചെയറുകളിൽ ഇരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അവർ എന്തെങ്കിലും തീരുമാനമായിട്ട് മാത്രമേ അവിടെ നിന്ന് പോകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അഗസ്റ്റിൻ, വിവരങ്ങൾ നൽകിയതിന്. തൃശൂർ പുല്ലഴി ചെറിയ പാലത്തിൽ അടിഞ്ഞുകൂടിയ ചണ്ടിയും കുളവാഴയും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ അധികൃതർ ആ ഒരു അവസ്ഥയ്ക്ക് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ കോൾ കർഷകർ ഇറിഗേഷൻ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തീരുമാനമാകുന്നതുവരെ തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കോൾ കർഷകർ പറയുന്ന വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മണ്ണുത്തി മുളയം റോഡ് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. അടിപ്പാത നിർമ്മാണ സർവകക്ഷി സംയുക്ത സമരസമിതി നൽകിയ ഹർജിയിലാണ് ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. 2 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കും. മുളയം റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സർവകക്ഷി സംയുക്ത സമരസമിതിക്ക് വേണ്ടി MU മുത്തു, AS രാമദാസ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വടക്കാഞ്ചേരി വനപ്രദേശത്ത് മേയാൻ വിട്ട ആടുകൾ കാണാതായ സംഭവത്തിൽ ആശങ്കയേറുന്നു. തെക്കുംകര പഞ്ചായത്തിലെ ഊരോക്കാട്, കൊറ്റങ്കോട്, വെള്ളിത്തിരി, തിരിയാണിയുടെ 9 ആടുകളെയാണ് സമീപത്തുള്ള വനപ്രദേശത്തിനടുത്തുള്ള സ്ഥലത്തേക്ക് മേയാൻ വിട്ടത്. കൂടെ ഉടമസ്ഥനും പോകുക പതിവാണ്. ആടുകളെ നിരീക്ഷിച്ച് അല്പസമയം കഴിഞ്ഞ് വയോധികനായ തിരിയാണി തിരിച്ചുപോരും. വൈകുന്നേരമാകുന്നതോടെ ആടുകൾ തിരിച്ച് വീട്ടിലെത്തുകയാണ് പതിവ്. ആടുകൾ നിശ്ചിത സമയം കഴിഞ്ഞ് എത്താത്തതിനെ തുടർന്ന് പരിസരത്തുള്ളവരെയും കൂട്ടി പ്രദേശമാകെ തിരഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല. വർഷങ്ങളോളമായി ആടുകളെ വളർത്തി പാലും മറ്റും വിറ്റ് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളാണ് തിരിയാണി. പോലീസിൽ പരാതി നൽകി. കുന്നംകുളം തെക്കേപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്ത് നിന്ന് അഞ്ഞൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് സ്വകാര്യ ഇന്റർനെറ്റ് കമ്പനിയുടെ പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ് അപകടമുണ്ടായത്. അപകട സമയത്ത് കാറിൽ 2 പേർ ഉണ്ടായിരുന്നു. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തി റോഡരികിൽ മാലിന്യം തള്ളിയ യുവാക്കൾക്ക് 4000 രൂപ പിഴ ഈടാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് 25 KSRTC റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ റോഡരികിൽ കവറിലാക്കിയ മാലിന്യം വലിച്ചെറിഞ്ഞ് കടന്നുകളഞ്ഞത്. എന്നാൽ റോഡരികിലെ വീട്ടുകാർ സ്ഥാപിച്ചിരുന്ന CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. വീട്ടുകാർ ദൃശ്യങ്ങൾ സഹിതം ഇരിങ്ങാലക്കുട നഗരസഭയിൽ പരാതി നൽകുകയും ബൈക്കിന്റെ നമ്പർ കണ്ടെത്തി ഇവരെ തിരിച്ചറിയുകയുമായിരുന്നു. സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ തെളിവുകൾ സഹിതം കണ്ടെത്തി പരാതി നൽകുന്നവർക്ക് അവരിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുകയുടെ 25% പാരിതോഷികമായി ലഭിക്കുകയും ചെയ്യും. ഇതനുസരിച്ച് CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ വീട്ടുകാർക്ക് 1000 രൂപ പാരിതോഷികമായി ലഭിക്കുമെന്നും ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഈ പദ്ധതിയിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ആദ്യ പരാതിയാണ് ഇതെന്നും ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നഗരസഭ ഈ വർഷം തന്നെ നേരിട്ട് നടത്തിയ പരിശോധനയിലടക്കം പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി ആകെ 3,20,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ ഇരുന്നും വാഴ നട്ടും പ്രതിഷേധം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ്
പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയൂബ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവൻ, ന്യൂനപക്ഷ സെൽ ജില്ലാ വൈസ് ചെയർമാൻ ഹബീബുള്ള പട്ടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് വളവിൽ നിർത്തിയിട്ടിരുന്ന ടോറസിന് പിറകിൽ പിക്കപ്പ് വാനിടിച്ച് കൊല്ലം സ്വദേശി വിനീതിന് പരിക്കേറ്റു. ഇയാൾ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി രാജ്കുമാരി വിനോദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം CDCB, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, K സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിലെ വായനാ പക്ഷാചരണം അധ്യാപിക ബീന സതീഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം V കുമാരി എന്നിവർ സംസാരിച്ചു. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം EH സഹീർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മറ്റൊരു ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനശാല സെക്രട്ടറി AB ഹിതേഷ്, അഖിൽ, ബിഷോബ്, PG ശിവൻകുട്ടി, PM രവി, MP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കുരിയച്ചിറ ശ്രീ മഹാദേവ കലാക്ഷേത്രത്തിൽ സുംബ വർക്ക്ഷോപ്പ് നടത്തി. യൂണിയൻ സ്ഥാപകനായ ഫ്രാൻസിസ് വടക്കൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിഡിയ, ശീതൾ, അമിശ്രീ, ലികേഷ്, സിജി രമേശ് എന്നിവർ സംസാരിച്ചു. പൂവത്തൂർ മർച്ചന്റ് അസോസിയേഷൻ വാർഷികം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി CL റാഫേൽ, നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ AJ വർഗീസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സിജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. NSS പെരുവലൂർ മേഖലാ സമ്മേളനം ഞായറാഴ്ച പെരുവലൂർ മന്നം നഗറിൽ നടക്കും. NSS ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 12 കരയോഗങ്ങളിൽ നിന്നായി 300ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളായ അഡ്വക്കേറ്റ് C രാജഗോപാൽ, K ഗോപാലൻ, MK പ്രസാദ്, T ഉണ്ണികൃഷ്ണൻ, K സുകുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 8ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 426ാം റാങ്കും കരസ്ഥമാക്കിയ ഗൗതം സുനിലിനെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വസതിയിലെത്തി ആദരിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമായ ആന്റോ തൊറയൻ ഗൗതം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി MB സജീവ്, പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തളി നെഹ്റു സ്മാരക വായനശാലയുടെയും തളി ANM MMUP സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ക്ലാസ് നടത്തി. വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KMB വാത്തുകുട്ടി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി K ചിത്രലേഖ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി CK വിനോദ് അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്റ്റേഴ്സ് ഇൻചാർജ് V ജിജി ജോസ്, ലൈബ്രറിയൻ C ഗീത, M പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രലേഖ രചിച്ച 4 പുസ്തകങ്ങൾ സ്കൂളിന് കൈമാറി. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ 10 വയസ്സുകാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മാപ്രാണം മാടായിക്കോണം സ്വദേശി ജോബീഷിന്റെ മകനായ 10 വയസ്സുകാരൻ ആരവാണ് ചികിത്സാ സഹായം തേടുന്നത്. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിലായ ആരവ് ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇപ്പോൾ തന്നെ ചികിത്സയ്ക്കായി 10 ലക്ഷത്തിലധികം രൂപ കുടുംബം ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നാണ്
ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധനരായ ആരവിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആരവിന് തിരിച്ച് ജീവിതത്തിലെത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വാർഡ് അംഗം CD സിബി, PTA പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, പ്രധാന അധ്യാപിക ജിഷ മാത്യു എന്നിവർ സംസാരിച്ചു. അതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെടിച്ചട്ടികളും ചെണ്ടുമല്ലി തൈകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, കൃഷി ഓഫീസർ AV വിജിത എന്നിവർ സംസാരിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിമ്പിൾ ഉല്ലാസിന്റെ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. വിദ്യാലയത്തിൽ നടന്ന പ്രദർശനത്തിൽ അക്രലിക് ഓയിൽ, മ്യൂറൽ, മധുബനി, കലങ്കാരി, ഫാബ്രിക്, കോഫി, ടീ തുടങ്ങി 80ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. സ്വർണ്ണവില പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 9210 രൂപ, പവന് 73,680 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4488 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തകർന്ന ചാഴൂർ കമാൻഡോ മുഖം താൽക്കാലിക തടയണയിൽ മൺചാക്കുകൾ നിരത്തി അധികൃതർ. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. PG ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി റിവേഴ്സ് ലൂയിസ് വഴി വെള്ളം ഒഴുക്കി തുടങ്ങി. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. എരുമപ്പെട്ടിയിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണി. എടത്തിരിഞ്ഞ് കോദ്ര പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസാണ് മരിച്ചത്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന് പരാതി. ദേവസ്വം മാനേജർ സച്ചിൻ വർമ്മയുടെ മൊഴി കൊച്ചിൻ ദേവസ്വം ബോർഡ് വിജിലൻസ് സംഘം എടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.